ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല. സോ അത് എന്തെങ്കിലും ഇൻഫർമേഷൻ ആഗ്രഹിച്ച് വന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളുക. സി നിങ്ങളിൽ പലർക്കും പല അസുഖങ്ങളുണ്ടായിരിക്കാം. പ്രഷർ ഉണ്ടായിരിക്കാം, ഷുഗർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം, ക്യാൻസർ ഉണ്ടായിരിക്കാം, എന്തും ഉണ്ടാകും. പക്ഷേ ആ അസുഖങ്ങളൊന്നും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആവാൻ പാടില്ല. നിങ്ങളൊരു ഡോക്ടറെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളിനെ കാണുമ്പോൾ, സാധാരണ ഒരാളെ കാണുകയാണെങ്കിൽ പോലും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ ആദ്യം അസുഖത്തിൻ്റെ കാര്യം പറയരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഷുഗർ രോഗിയാണ്. അതിൽ ഏറ്റവും പ്രശ്നം മാനസിക രോഗമുള്ളവരാണ്. ഇവരെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവന് ചെറിയൊരു പ്രശ്നമുള്ള ആളാണ്, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ അസുഖം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആവാൻ പാടില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവൂ. അതൊരിക്കലും നിങ്ങളുടെ വ്യക്തിത്വം ആവരുത്, നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡും ആവാൻ പാടില്ല. നിങ്ങൾക്കൊരു അസുഖമുണ്ട്, ആ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ ആരും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യവും എന്താ പറയുക, ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടും. എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ ഉണ്ടായിരിക്കാം, പക്ഷേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരിക്കുമ്പോൾ അത് ആലോചിച്ചുകൊണ്ട് ഭക്ഷണത്തിലേക്ക് നോക്കരുത്. അതിനെക്കുറിച്ചൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം, ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കാർ ഓടിക്കുമ്പോൾ കാർ സേഫായിട്ട് ഓടിക്കണമെന്ന ഒരു കോൺഷ്യസ്നെസ് നമുക്കുണ്ട്. എന്ന് കരുതി വണ്ടി ഇടിച്ച് ഐ സി കിടന്നിട്ട് കാലം ഓപ്പറേഷൻ ചെയ്യും, ഇങ്ങനൊന്നും ആരും ആലോചിക്കാറില്ല. അതുപോലെ തന്നെ ഓരോ അസുഖത്തിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. അത് ക്യാൻസർ ആയാലും ശരി, പനിയായാലും ശരി, ഷുഗർ ആയാലും ശരി, മാനസിക രോഗമാണെങ്കിലും ശരി, ഇത് രോഗി മാത്രമല്ല, രോഗിയുടെ കൂടെ ഉള്ളവരും അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു അസുഖത്തിൻ്റെ പിന്നിലോ മറഞ്ഞിരിക്കാനും ഒളിച്ചോടാനും പാടില്ല.